ഹലോ ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ലൂയി 14. ഓക്കെ, ലൂയി 14 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: അഖില തിരുട്ട്, ജാതി മീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം. ഉത്തരം ഓപ്ഷൻ എ ആണ്, അഖില തിരുട്ട്. ഓക്കെ, അഖില തിരുട്ട് എന്നുള്ളതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഉത്തരം ഭൂകമ്പ നാഭി. ഓക്കെ, ഭൂകമ്പ നാഭിയാണ് ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? ഓപ്ഷൻസ് ഉണ്ട്: പക്വതയാർന്ന ഘട്ടം, യുവത്വഘട്ടം, പ്രായമാർന്ന ഘട്ടം, എല്ലാ ഘട്ടത്തിലും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, യുവത്വഘട്ടം. ഓക്കെ, യുവത്വഘട്ടത്തിലാണ് നദികളിൽ വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏതാണ്? ടോപ്പാസ്, ഇരുമ്പ്, ഫെൽസ്പാർ, ഡയമണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആരാണ്? ഉത്തരം കേപ്പൻ. ഓക്കെ, കേപ്പനാണ് ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഓക്കെ, ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് എന്താണ്? ഉത്തരം ഗ്രീൻഫീൽഡ്. ഓക്കെ, ഗ്രീൻഫീൽഡ് എന്നാണ് MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഉണ്ട്: പാൽ ഉൽപാദനം, പഴം പച്ചക്കറികളുടെ ഉൽപാദനം, മത്സ്യ ഉൽപാദനം, മുട്ട ഉൽപാദനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഴം പച്ചക്കറികളുടെ ഉൽപാദനം. ഓക്കെ, പഴം പച്ചക്കറികളുടെ ഉൽപാദനമാണ് സുവർണ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: റാബി, ഖാരിഫ്, സെയ്ദ്, മുണ്ടകൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, റാബി. ഓക്കെ, റാബിയാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ലോക പയറുവർഗ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 10. ഓക്കെ, ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഫ്രഞ്ച്. ഓക്കെ, ഫ്രഞ്ചിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം കൽപ്പന. ഓക്കെ, കൽപ്പന എന്നാണ് മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം 51A. ഓക്കെ, 51A ഭരണഘടനാ അനുച്ഛേദത്തിലാണ് മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിലാണ് തുറമുഖങ്ങൾ ഉൾപ്പെടുന്നത്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഭരണഘടന. ഓക്കെ, ഭരണഘടനയിൽ നിന്നാണ് സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം മെഡിസെപ്പ്. ഓക്കെ, മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഉണ്ട്: ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവിവാഹിതരായ യുവതികൾ, ഭിന്നശേഷിക്കാർ. ഉത്തരം ഓട്ടിസം ബാധിച്ച കുട്ടികൾ. ഓക്കെ, ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്
സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി. ഓക്കെ, മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. തലച്ചോറിൻ്റെ ഏതു ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ഉത്തരം മെഡുല്ല. ഓക്കെ, മെഡുല്ല എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഗൗട്ട്. ഓക്കെ, ഗൗട്ട് എന്ന് പറയുന്ന രോഗമാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ICDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നുള്ളതാണ് ICDSൻ്റെ പൂർണ്ണരൂപം. ഏലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഉത്തരം എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സിൻ്റെ രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ് ഏലിസ ടെസ്റ്റ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് ഉണ്ട്: അറ്റോമിക നമ്പർ, മാസ് നമ്പർ, ഷെൽ നമ്പർ, ഗ്രൂപ്പ് നമ്പർ. ഉത്തരം ഷെൽ നമ്പർ. ഓക്കെ, ഷെൽ നമ്പറാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ. ഏതാണ്? ഷെൽ നമ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: Fe അയൺ, Al അലുമിനിയം, Cr ക്രോമിയം, Ni നിക്കൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രോമിയം. ഓക്കെ, ക്രോമിയമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഏത്? ഉത്തരം ലീച്ചിങ്. ഓക്കെ, ലീച്ചിങ് ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: 107, 109, 113, 119. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 119. അതായത് 119 ഒരു ഭാജ്യസംഖ്യയാണ്. ബാക്കിയുള്ളതെല്ലാം അഭാജ്യസംഖ്യകൾ, അതായത് വിഭജിക്കാൻ പറ്റാത്ത സംഖ്യകളാണ്. 119 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാജ്യസംഖ്യയാണ്. 17 × 7 എന്ന് പറഞ്ഞാൽ 119 ആണ്. അതുകൊണ്ട് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും 119. ബാക്കിയുള്ളതൊന്നും അതിന് പറ്റില്ല, കാരണം അതെല്ലാം അഭാജ്യസംഖ്യകളാണ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 0, 8, 24, 48. ഇനി അടുത്ത പദമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്: 72, 80, 64, 70. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ പദം എത്രയാണ്? 0. രണ്ടാമത്തെ പദം 8, മൂന്നാമത്തെ പദം 24, 48. അങ്ങനെയാണ് പോണത്. അപ്പോൾ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1ൻ്റെ വർഗ്ഗം എത്രയാണ്? 1 × 1 1 തന്നെ. അതിൽ നിന്ന് കുറച്ച് എത്ര? 0. അങ്ങനെയാണ് 0 കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ 3ൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 1 കുറച്ചതാണ്. 3ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 8 കിട്ടും. ഓക്കെ, അപ്പോൾ 3ൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 1 കുറച്ചതാണ് 8. അപ്പോൾ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ 1ൻ്റെയാണ്. രണ്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ 3ൻ്റെ വർഗ്ഗമാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ പദം 24 എങ്ങനെയാണ് കിട്ടിയത് നോക്കുമ്പോൾ 5ൻ്റെ വർഗ്ഗമല്ലേ? 5ൻ്റെ വർഗ്ഗം എത്ര? 5 × 5 25 ആണ്. 25ൽ നിന്ന് 1 കുറച്ചാൽ 24 കിട്ടും. അങ്ങനെ 5ൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 1 കുറച്ചപ്പോൾ 24 കിട്ടി. ഓക്കെ, അതായത് 1ൻ്റെ വർഗ്ഗം, പിന്നെ 3ൻ്റെ വർഗ്ഗം, പിന്നെ 5ൻ്റെ വർഗ്ഗം, അങ്ങനെയാണ് പോണത്. അപ്പോൾ അടുത്ത പദം എന്ന് പറഞ്ഞാൽ 7ൻ്റെ വർഗ്ഗം അല്ലേ? 1, 3, 5, 7. അപ്പോൾ 7ൻ്റെ വർഗ്ഗം 7 × 7 49. അതിൽ നിന്ന് 1 കുറച്ചപ്പോൾ 48 കിട്ടി. ഇനി അടുത്ത പദം എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 അല്ലേ വരിക? 9ൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 1 കുറക്കണം. 9 × 9 81 ആണ്. 81ൽ നിന്ന് 1 കുറച്ചാൽ 80 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത പദം എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.